ജീവനാണ് 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 പ്രശ്നം. ജീവിതമാണ് 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 പ്രശ്നം. നിലനിൽപ്പാണ് 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 പ്രശ്നം. തലമുറകളുടെ അവകാശവും ജീവനും ജീവിതവും നിലനിൽപ്പുമാണ് പ്രശ്നം. നിങ്ങൾ വിശാല അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ. നിങ്ങൾ വിശകലനം ചെയ്തു കൊടുക്കൂ. വീണ ആവർത്തിച്ച് ചോദിക്കുന്നു, അതായത് രാഷ്ട്രീയ സഖ്യങ്ങളുടെ പേരിൽ BJP-യെ പഴിക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പേരിൽ, മതപരമായ പരാമർശങ്ങളുടെ പേരിൽ പഴിക്കുമ്പോൾ കോൺഗ്രസിനെ ലീഗിനേക്കാൾ വലിയ ഇപ്പൊ ലീഗ് വലിയ വർഗീയവാദ പാർട്ടിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിനേക്കാൾ വലിയ വർഗീയത കോൺഗ്രസിനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ചും ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് കോൺഗ്രസ് എവിടെയെങ്കിലും ഭരിക്കുന്നുണ്ടോ? അത് ഞാൻ അറിയാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, കോൺഗ്രസ് ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് വേണ്ട എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഞങ്ങളുടെ നേതാക്കന്മാർ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്, യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം. പിന്നെ ഇവിടെ അദ്ദേഹം മറ്റു പല കാര്യങ്ങളും BJP-യുടെ പ്രതിനിധി പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ജീവനാണ് 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 പ്രശ്നം. ജീവിതമാണ് 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 പ്രശ്നം. നിലനിൽപ്പാണ് 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 പ്രശ്നം. തലമുറകളുടെ അവകാശവും ജീവനും ജീവിതവും നിലനിൽപ്പുമാണ് പ്രശ്നം. അത് ഏത് വർഗത്തിൻ്റെതായാലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വർഗീയതയും, ഏത് മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വർഗീയതയും കോൺഗ്രസ് ഇന്നലകളിലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നാളെയും പ്രോത്സാഹിപ്പിക്കുകയില്ല. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു മതം, ആ മതമാണ് നമ്മുടെ മതം, ആ മതമാണ് സ്നേഹം. അത് തന്നെയാണ് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉടനീളം നടന്ന് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതരത്വത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി ക്ലീഷേ ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ നേരിട്ടുള്ള പോരാട്ടത്തിൽ ഭാഗമാക്കാകണം. ഈ പറയുന്ന വർഗീയവാദം പറയുന്നവരെ കാറിൽ കയറ്റരുത്, വളരെ ഡയറക്റ്റായി, വളരെ പ്രകടമായി അതിനെതിരായ പോരാട്ടം നടത്തണമെന്നൊക്കെയല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ പറയുന്ന പരാമർശം, ഈ ജിതിൻ പറഞ്ഞ പരാമർശം, മതമാണ് പ്രശ്നം എന്ന പരാമർശത്തിനെതിരെ UDF-ന്റെ ഏതെങ്കിലും നേതാക്കൾ, കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ ഈ പറയുന്ന നിലപാടിന്റെ രാജകുമാരന്മാർ ആരെങ്കിലും പാടില്ലാത്തതായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, പറയാൻ പാടില്ലാത്തതായിരുന്നു പറഞ്ഞിട്ടുണ്ടോ? മാധു ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശാല അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കൂ. നിങ്ങൾ വിശകലനം ചെയ്തു കൊടുക്കൂ. നോക്കൂ, നിങ്ങൾ അല്ല, നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്തു നോക്കൂ. ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്തു നോക്കൂ. നമ്മൾ നിരന്തരം കഴിഞ്ഞ എത്രയോ എന്താണെന്നറിയാമോ, നിരന്തരം അത്തരം ചർച്ചകൾക്ക് വേദിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് പോലും ഡിഫെൻഡ് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള മാർഗവും ഒരു സാഹചര്യവും ഒരുക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ KM ഷാജിയുടെ ഭാഗത്ത് അന്നുണ്ടായി. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടയോ ന്യൂനപക്ഷ വിരുദ്ധതയോ അതിനെതിരെ നിലപാടെടുത്ത് നിലകൊള്ളുന്ന മനുഷ്യർക്ക് നേരെ വരുന്ന ചോദ്യമാണത്. എന്തുകൊണ്ടാണ് അത്തരം പരാമർശങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്? ഏറ്റവും വലിയ ജനാധിപത്യം അവകാശപ്പെടുന്ന മുന്നണികളിൽ നിന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിന് പറയാൻ മറുപടി വല്ലതും ഉണ്ടോ? അങ്ങനെ മറുപടി ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ അതിനെ തള്ളിപ്പറയേണ്ട ബാധ്യത ആർക്കാണ്? ഒരിക്കലും ഇല്ല. ഞാൻ പറയട്ടെ മാധു, നിലനിൽപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പടർത്തിവിടുന്ന വർഗീയതയെ ഗ്ലോറിഫൈ ചെയ്യുന്ന നിലപാട് തികച്ചും തെറ്റാണ്. അത് തികച്ചും മനുഷ്യത്വ രഹിതമാണ്. നമ്മുടെ തലമുറകളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതികളെ ശബരിമല മാധു നമ്മൾ മതത്തെക്കുറിച്ച് മാത്രം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? ഈ കേരളത്തിൽ മതത്തിനപ്പുറം മനുഷ്യൻ എന്നൊരു വർഗമുണ്ട്. ആ മനുഷ്യന്റെ നിലനിൽപ്പുണ്ട് ഈ ചർച്ചയിൽ പോലും. മാധു, ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി നിരക്ക് എന്താണ്? വെള്ളക്കരം എത്രയാണ്? ഇവിടെ ഒരു മനുഷ്യർക്ക് മനസ്സിലാകും. ഒരു വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാതെ
ഒരു വിഷയങ്ങളെക്കുറിച്ചും മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാതെ ചില പ്രത്യേക അജണ്ടകളിലേക്ക് ചർച്ചയെ കൊണ്ടുപോകാൻ ആരെങ്കിലും ഒക്കെ വിരിക്കുന്ന വലയിലേക്ക് വീഴാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ആദ്യം വേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. കാരണം പച്ചവർഗീയത പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞു എന്ന അദ്ദേഹത്തിന്റെ വിമർശനത്തിലാണ് ബിജെപി മറുപടി പറഞ്ഞത്. ആ മറുപടി അദ്ദേഹം പറഞ്ഞത് പച്ചവർഗീയത പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞു എന്നുള്ള വിമർശനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും തിരികെയുള്ള ചോദ്യം ഉണ്ടാകും. ഒറ്റ സെക്കൻഡ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എനിക്ക് ശ്രീ ജെയ്സി തോമസിനോട് ചോദിക്കാനുണ്ട് ഒരു ചോദ്യം. അതായത് ഇന്നലെ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ 5600 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്, മനസ്സിലാക്കാൻ സാധിച്ചത്. ആകെ 17,000 കോടിയുണ്ട് എന്ന് പറയുന്നു. 2024 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏകദേശം 53,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ് പറഞ്ഞു നടന്നിരുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 45,000 കോടി രൂപയോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ അനുമാനിക്കേണ്ടത്. ആ പൈസ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൈസ ചോദിക്കുകയും ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ഒരു മികവുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് വഴുതി പോകാനുള്ള ഒരു മികവ്, അത് രാഷ്ട്രീയക്കാരുടെ ഒരു സഹജമായ കൗശലം എന്ന നിലയ്ക്ക് കേരളം ഏറെ കണ്ടിട്ടുള്ളതാണ്. നോക്കൂ, അവനവന്റെ നിലപാട് തറ ഭദ്രമല്ല എങ്കിൽ മറ്റുള്ളവർ അവിടെ വന്ന് കൊടികുത്തി പോകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ കോൺഗ്രസ് കൂടുതൽ ജാഗ്രത ഉണ്ടാക്കുകയാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ബി ജെ പിയിൽ നിന്ന് മതസൗഹാർദ്ദത്തെക്കുറിച്ച് ക്ലാസ് കേൾക്കേണ്ടി വരില്ല. ഏത് വർഗീയതയ്ക്കും എതിരെ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. വർഗീയതയ്ക്കെതിരെ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. നോക്കൂ, കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ CPM കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തിയുക്തം